Friends, welcome to Research Methodology. Today we are going to discuss some topics regarding research design. What is a research design? Research design is a framework or plan for our research, and it becomes a guide for a collection of data, analysis of data and interpretation of data. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് ഓർ പ്ലാൻ ഫോർ അവർ റിസർച്ച്. നമ്മുടെ റിസർച്ചിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്, ഒരു പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ ദാറ്റ് പ്ലാൻ ബിക്കംസ് എ ഗൈഡ് ഫോർ ദ കളക്ഷൻ ഓഫ് ഡാറ്റ, അനലൈസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഇനി നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്, അനലൈസ് ചെയ്യുന്നതിന്, ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് ഒക്കെ ഒരു ഗൈഡായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. That means a research design clearly states what is the objective of our research and gives guidelines what to do to realize that objectives. അതായത് ഒരു റിസർച്ച് ഡിസൈൻ വളരെ വ്യക്തമായി പറയും എന്താണ് നമ്മളുടെ റിസർച്ചിന്റെ ലക്ഷ്യമെന്ന്. ഇനി ആ റിസർച്ച് നേടാൻ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസും ഒരു റിസർച്ച് ഡിസൈൻ നമുക്ക് തരും. And why this type of a research design or a plan or a framework is necessary? ഇനി എന്തുകൊണ്ട് നമുക്ക് ഈ റിസർച്ച് ഡിസൈൻ അനിവാര്യമാണ്? What is the importance? What is the need? Here there are 4 points that explains the need and importance of research design in a research. ഒരു റിസർച്ചില് റിസർച്ച് ഡിസൈൻ എത്രമാത്രം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ 4 പോയിന്റുകൾ നോക്കിയാൽ മതിയാവും. എന്തൊക്കെയാണ് പോയിന്റുകൾ? ഫസ്റ്റ് വൺ ഈസ് സ്മൂത്ത് ഫ്ലോ ഓഫ് റിസർച്ച്. Yes, a plan or a framework facilitate the smooth flow of our research work because it gives steps of our research and its sequence. നോക്കുക, നമുക്കിപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ റിസർച്ച് വളരെ സ്വാഭാവികമായി, വളരെ ഈസി ആയി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ആ റിസർച്ച് ഡിസൈനില് റിസർച്ചിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പറയും, അതിന്റെ ക്രമം എന്താണ് എന്നും വ്യക്തമാക്കിയിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. And the second point is minimum effort and resource. Yes, we can realize the objective of our research with the minimum effort and resources if we have a research design. ഇപ്പോ നമ്മളുടെ റിസർച്ചിന് ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം വളരെ പരിമിതമായ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട്, റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കും. എങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ. സോ എ റിസർച്ച് ഡിസൈൻ ഫെസിലിറ്റേറ്റ്സ് ടു റിയലൈസ് the objective of our research with the minimum effort and resource. And the third point is overcome hurdles. It facilitates to overcome hurdles that may come in the way of our research work, because a research design normally anticipates the hurdles that may arise in future. ഇപ്പോ നമുക്കൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ റിസർച്ച് വർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ അത് വളരെ വേഗം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? റിസർച്ച് ഡിസൈനിൽ തന്നെ ഇതൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ റിസർച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും, അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് or it enables to overcome the hurdles in the way of our research process. And the last point is advanced technique. What is a plan? Decide in advance what is to be done in the future, right? അതായത് നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരു പ്ലാനിൽ ചെയ്യുന്നത്. So we can decide or we can select advanced techniques, scientific techniques for our research work. നമ്മളുടെ റിസർച്ച് വർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ സയന്റിഫിക് ടെക്നിക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് മുൻകൂട്ടി കാണുകയും അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. It facilitates the use of advanced techniques in our research. So these are the importance of research design in a research work. Friends, to understand research design and its steps,
we need to be familiar with certain concepts. Let us see these concepts. The first one is dependent and independent variable. Normally, a researcher studies or analyzes relationship between two or more variables in his research study or in his research work. ഒരു റിസർച്ചർ അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്കിൽ സാധാരണയായി എന്താണ് ചെയ്യുന്നത്? രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വേരിയബിൾ? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? വേരിയബിൾ മീൻസ് എ ക്വാണ്ടിറ്റി ഓർ എ വാല്യൂ ദാറ്റ് എ റിസർച്ചർ കൺസിഡേഴ്സ് ഇൻ ഹിസ് റിസർച്ച് വർക്ക്. ഒരു റിസർച്ചർ അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്കിൽ പരിഗണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം? വേരിയബിൾ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു റിസർച്ചർ അദ്ദേഹത്തിന്റെ പഠനത്തില് ഹൈറ്റ്, വെയിറ്റ്, ഏജ് അല്ലെങ്കിൽ ഇൻകം ഇതുപോലുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? വേരിയബിൾസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദീസ് വേരിയബിൾസ് മേ ബി ടു ടൈപ്സ്, ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അത് രണ്ട് തരത്തിലുണ്ട്, ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. Dependent variable means variables that depend on another variable. ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ആൻഡ് ദി അതർ വേരിയബിൾ ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഏത് വേരിയബിളിനെ ആശ്രയിച്ചാണോ ഡിപെൻഡന്റ് വേരിയബിൾ നിൽക്കുന്നത് അതിനെ എന്തെന്ന് പറയാം? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. Consider one research work. In that research work, researcher analyzes the relationship between weight and age of students. See here, weight is the consequence of age. So weight is a dependent variable and age is independent variable. നോക്കുക, ഒരു റിസർച്ച് വർക്കില് ഒരു റിസർച്ചർ അനലൈസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ വെയിറ്റും അവരുടെ ഏജും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏജ് കൂടുമ്പോൾ വെയിറ്റ് കൂടി വരും. അതുകൊണ്ട് തന്നെ വെയിറ്റിനെ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഏജിനെ എന്തെന്ന് പറയാം? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ് എക്സ്ട്രേനിയസ് വേരിയബിൾ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ? The independent variable that may influence our dependent variable in our research work, but that we do not consider in our study. ഇപ്പൊ നമ്മളുടെ റിസർച്ച് വർക്കില് ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. ഇതില് ഈ ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും നമ്മൾ റിസർച്ച് വർക്കിൽ പരിഗണിക്കുക, മറ്റുള്ളതൊന്നും പരിഗണിക്കില്ല. അപ്പൊ ആ പരിഗണിക്കാത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവിടെ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയാം. കൺസിഡർ വൺ എക്സാമ്പിൾ. In a research work, researcher analyzes or studies the effect of a particular teaching method on students' performance. Really, the students' performance is the product of many independent variables like age, intelligence, family background, etc. in addition to the teaching method. But in our research work, we are only considering what? The teaching method. Other independent variables are not considering, and that variables are called extraneous variable. ഇപ്പൊ ഒരു റിസർച്ച് വർക്കില് നമ്മൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ കുട്ടിയുടെ ഏജ്, ആ കുട്ടിയുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി, ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ കൂടുതൽ ഏതും കൂടെ വരും? ഈ ടീച്ചിങ് മെത്തേഡ് കൂടെ വരാം. പക്ഷെ നമ്മൾ നമ്മുടെ റിസർച്ച് വർക്കിൽ ഈ ടീച്ചിങ് മെത്തേഡ് മാത്രമാണ് പരിഗണിക്കുന്നത്. ബാക്കിയുള്ള വേരിയബിൾസ്, ഏജോ ഇന്റലിജൻസ് കപ്പാസിറ്റി ഇതൊന്നും പരിഗണിക്കുന്നില്ല. അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് എന്തെന്ന് പറയാ? എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയാം. And the third concept is control. See, if you want to get a right result, a right conclusion from our research work, we need to reduce the influence of extraneous variable on the dependent variable in our research work. And that process is called control. ഇപ്പൊ നമുക്കൊരു റിസർച്ച് വർക്കില് കൃത്യമായ ഒരു കൺക്ലൂഷൻ, ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കണം.
അതായത് നമ്മളുടെ റിസർച്ച് വർക്കിലെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഈ എക്സ്റ്റേണസ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസ് പരമാവധി കുറച്ചാൽ മാത്രമേ റിസർച്ചിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടൂ. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കൺട്രോൾ. ദാറ്റ് മീൻസ് റെഡ്യൂസിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് extraneous variables on dependent variable is called control. And the fourth concept is research hypothesis. What is research hypothesis? It is a tentative statement or it is an assumption about the relationship between variables which we are studying in our research work. നമ്മളുടെ റിസർച്ച് വർക്കിൽ നമ്മൾ പഠന വിധേയമാക്കുന്ന വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമ്മളൊരു അസംഷൻ വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്, ടെമ്പററി ആയ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. റിയലി ദാറ്റ് ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ഓർ വി ആർ ഗോയിങ് ടു അനലൈസ് ഇൻ അവർ റിസർച്ച് വർക്ക്. അങ്ങനെ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിനെ വിശകലനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ റിസർച്ചിൽ ചെയ്യുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് കോൺസെപ്റ്റ് ഈസ് എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ഇവിടെ രണ്ട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ബട്ട് first of all we have to understand what is the meaning of hypothesis testing research. ഇവിടെ ആദ്യം നമുക്ക് ഈ ടേമിന്റെ അർത്ഥം എന്താണെന്ന് അറിയണം. hypothesis testing research. Hypothesis testing research means if a research aims to test the correctness of hypothesis, then that research is called a hypothesis testing research. ഇപ്പോൾ ഒരു റിസർച്ചിൽ അതിന്റെ ഒരു ലക്ഷ്യം നമ്മൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചിനെ നമുക്ക് എന്ത് പറയാം? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്? Experimental hypothesis testing research means a research in which independent variables may be manipulated for studying the effect on dependent variable. എന്താണ് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്? ആ റിസർച്ചില് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കും. അതിന്റെ എഫക്റ്റ് ഈ ഡിപെൻഡന്റ് വേരിയബിളിൽ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ. അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട്, this experimental hypothesis testing research means a research in which independent variables are manipulated. So what is the meaning of non-experimental hypothesis testing research? അപ്പോൾ non-experimental hypothesis testing research എന്ന് പറഞ്ഞാൽ എന്താണ്? There is no manipulation of independent variables. Independent variablesനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള റിസർച്ചുകളാണ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. The sixth concept is experimental and control groups. Normally in a research work there are two types of groups. What are they? Experimental group and control groups. Experimental groups means groups get experimental treatment in the research, and control groups means groups get normal treatment in the research. അതായത് ഒരു റിസർച്ചില് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതേ റിസർച്ചിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പിന് പ്രത്യേക പരിഗണന ഒന്നും കിട്ടില്ല, സാധാരണ ട്രീറ്റ്മെന്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. For understanding these groups, we can consider one example. See, in a research work, we are analyzing the effect of a sports drink on the performance of athletes. അതായത് സോഫ്റ്റ് ഡ്രിങ്കിന്റെ എഫക്റ്റ് എത്രമാത്രം അത്ലറ്റ്സിന്റെ പുറത്തുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മളൊരു റിസർച്ച് വർക്ക് നടത്തുകയാണെന്ന് വിചാരിക്കാം. ഹിയർ അത്ലറ്റ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. അവരെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ആക്കി തിരിക്കുകയാണ്. ആൻഡ് വൺ ഗ്രൂപ്പ് ഗെറ്റ്സ് ദീസ് sports soft drink and the other group get normal drinking water. ഇവിടെ നോക്കുക, ഇങ്ങനെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് അത്ലറ്റ്സിന് എന്താണ് കിട്ടുന്നത്? സ്പോർട്സ് ഡ്രിങ്ക് കിട്ടുകയാണ്.
മറ്റൊരു ഗ്രൂപ്പിൽ എന്താണ്, സാധാരണയായി കിട്ടുന്ന മിനറൽ വാട്ടർ അവർക്ക് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ആ പരീക്ഷണം നടത്തുന്നത്. ഇവിടെ the first group who got an experimental treatment is called the experimental group, and the second group who got only the mineral water, that is usual treatment, is called what? Control groups. And the seventh concept is treatments. Treatment means these two groups may be studied under different conditions or under different circumstances. That conditions or that circumstances are called treatments. ഇപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് ഗ്രൂപ്പിനെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ കണ്ടീഷനുകളിൽ പഠന വിധേയമാക്കും. ആ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ആ സർക്കംസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രീറ്റ്മെന്റ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. And the eighth concept is experiments. Experiments means the process of testing statistical hypothesis. നമ്മൾ ഒരു റിസർച്ച് വർക്കില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയാ? എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് research design. Goodbye.